ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് സ്കൂളിൽ നിന്നും തിരികെ വീട്ടിലേക്ക് പോകുന്ന നിത്യയാണ്. പോകുന്ന വഴിക്ക് കാർത്തിക് നിത്യയുടെ മുന്നിലേക്ക് വരികയാണ്. എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് നീ മാത്രമായിരിക്കുമെന്നും നിന്നോട് കൂടി മാത്രമേ ഞാനൊരു ജീവിതം ആരംഭിക്കൂ എന്നുമൊക്കെ കാർത്തിക് പറയുമ്പോൾ നിത്യ പറയുകയാണ്, ഇതിനുള്ള മറുപടി നിനക്ക് നിന്റെ കുടുംബത്തിനും ഞാൻ അന്ന് തന്നെ തന്നതല്ലേ. അതൊന്നും കുഴപ്പമില്ല പത്മേ. എൻ്റെ അച്ഛനെയും അമ്മയും ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്. എനിക്കൊരു വിവാഹമുണ്ടെങ്കിൽ അത് നിന്റെ ഒപ്പം മാത്രമായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവർക്കത് മനസ്സിലാവുകയും ചെയ്തു. ഇയാൾക്കെന്താ പറഞ്ഞാൽ മനസ്സിലാകില്ലേ, എത്ര വട്ടം പറയണമെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ നിത്യ അവിടുന്ന് പോകാനൊരുങ്ങുമ്പോൾ നിത്യയുടെ കയ്യിൽ പിടിച്ച് അവിടെ നിർത്തുകയാണ് കാർത്തിക്. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, നിന്നെ വിട്ടൊരു ജീവിതം എനിക്കുണ്ടാകില്ല, ഞാൻ നിന്നെയും കൊണ്ടേ പോകൂവെന്ന് കാർത്തിക് ദേഷ്യത്തോട് പറയുമ്പോൾ കാർത്തിക്കിന്റെ കൈ തട്ടിമാറ്റി നിത്യ അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് പത്മയെന്ന് ഉറക്കെ വിളിക്കുകയാണ് കാർത്തിക്. നിത്യ തിരിഞ്ഞു നോക്കുമ്പോൾ തന്റെ പോക്കറ്റിൽ നിന്നും ഒരു കുപ്പിയെടുത്ത് നിത്യയെ കാണിക്കുകയാണ് കാർത്തിക്. ഇതെന്താണെന്ന് നിനക്കറിയാമോ? ഇത് വിഷമാണ്. നിന്നെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഉറപ്പായും ഞാൻ ഈ വിഷം കഴിച്ചിരിക്കും. നിന്റെ ഒപ്പം ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ നിന്റെ ഓർമ്മകളിൽ തന്നെ ഞാൻ മരിച്ചോളാം. നാളെ ഒരു ദിവസം വരെ ഞാൻ നിനക്ക് സമയം തരും. നാളെ ഇതേ സമയത്തിനുള്ളിൽ നിന്റെ മറുപടി എന്താണോ അതിനനുസരിച്ചിരിക്കും എൻ്റെ ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് കാർത്തിക് അവിടെ നിന്ന് പോകുമ്പോൾ ആകെ ഞെട്ടലോടെ നിൽക്കുകയാണ് നിത്യ. പിന്നീട് കാണിക്കുന്നത് സുജാതയെയാണ്. പാത്രങ്ങൾ കഴുകിക്കൊണ്ടിരിക്കുന്ന സുജാതയെ നിത്യ ഫോണിൽ വിളിക്കുകയാണ്. അമ്മ എവിടെയാണ്, അമ്പലത്തിലാണോ എന്ന് ചോദിക്കുമ്പോൾ അതേന്ന് സുജാത പറയുന്നു. എനിക്ക് അമ്മയെ കാണണം, അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ മോളെ എന്ന് സുജാത ചോദിക്കും. ഞാൻ ക്ഷേത്രത്തിലേക്ക് വരാമെന്ന് പറഞ്ഞ് നിത്യ കോള് കട്ട് ചെയ്യുന്നു. പെട്ടെന്ന് ഞെട്ടലോടെ നിൽക്കുകയാണ് സുജാത. അവിടെയുള്ളൊരു വേറെ സ്ത്രീയോട് എനിക്ക് അത്യാവശ്യമായി വീട്ടിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ സുജാതേച്ചി പൊക്കോ, ബാക്കി കാര്യങ്ങളെല്ലാം ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്ന് അവർ പറയുന്നു. എന്നാൽ ഇതിനോടകം തന്നെ നിത്യ ക്ഷേത്രത്തിലെത്തിയിട്ടുണ്ടായിരുന്നു. സുജാതയെ തിരക്കി നടക്കുന്ന നിത്യയാണ് കാണിക്കുന്നത്. നിത്യ രസീത് എഴുതുന്ന കൗണ്ടറിലും തിരുമേനിയോടും മറ്റുമൊക്കെ തിരക്കുന്നുണ്ടെങ്കിലും അങ്ങനെ ഒരാളെ പറ്റി ആർക്കും അറിയില്ലെന്ന് പറയുന്നു. അപ്പോഴാണ് സുജാത ഒരു ഓട്ടോയിൽ അങ്ങോട്ടേക്ക് എത്തുന്നത്. അമ്മ ഇത്രയും നേരം എവിടെയായിരുന്നെന്ന് നിത്യ ചോദിക്കുമ്പോൾ അത് പിന്നെ മോളെ, ഞാൻ ഇറങ്ങാനായി അല്പം താമസിച്ചെന്ന് സുജാത കള്ളം പറയുന്നു. എനിക്ക് അമ്മയോട് അത്യാവശ്യമായ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് കാർത്തികിന്റെ കാര്യങ്ങളെല്ലാം തന്നെ സുജാതയോട് നിത്യ പറയുന്നു. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഈ നാട്ടിൽ നിന്നും പോകണം, ഇല്ലെങ്കിൽ വീണ്ടും പലതിന് നമ്മൾ സാക്ഷിയാകുമെന്ന് നിത്യ പറയുമ്പോൾ സുജാത അതിന് സമ്മതം മൂളുകയാണ്. ഒരു കാര്യം ചെയ്യാം അമ്മേ, ഞാൻ സ്കൂളിൽ ചെന്ന് അടുത്ത മാസത്തെ സാലറി അഡ്വാൻസ് ആയിട്ട് മേടിക്കാം. പുതിയ വീടിന് കൊടുക്കാൻ അത് തികയുമല്ലോ എന്നൊക്കെ നിത്യ പറയുമ്പോൾ സുജാത പറയുകയാണ്, വേണ്ട മോളെ, അങ്ങനൊന്നും ചെയ്യണ്ട. എൻ്റെ കയ്യിൽ കുറച്ച് പണമുണ്ട്, നമുക്കിപ്പോൾ അതെടുക്കാം. അമ്മയ്ക്ക് എവിടുന്നാ പണമെന്ന് നിത്യ ചോദിക്കുമ്പോൾ അത് പിന്നെ സുധ തന്നതാന്ന് പറഞ്ഞ് നിത്യയെ പണം ഏൽപ്പിക്കുകയാണ് സുജാത. ആ പൈസ കാണുന്ന നിത്യയ്ക്ക് താൻ കൊണ്ടുകൊടുത്ത പൈസ ഓർമ്മ വരികയാണ്. പെട്ടെന്ന് തന്നെ അവിടുത്തെ ജോലിക്കാരിക്ക് കൊടുക്കാനുള്ള ശമ്പളമാണെന്ന് വാർഡൻ പറഞ്ഞ കാര്യവും നിത്യയ്ക്ക് ഓർമ്മ വരുന്നു. നിത്യ സുജാതയുടെ കൈ മണത്ത് നോക്കുകയാണ്. സാമ്പാറിന്റെ മണമുണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ നിന്ന് സാമ്പാറല്ലായിരുന്നല്ലോ. അത് പിന്നെ മോളെ, ഞാൻ ആ സുധയുടെ വീട്ടിൽ നിന്നും സാമ്പാറും കൂട്ടി ചോറ് കഴിച്ചതാ. അമ്മ കള്ളം പറയരുതെന്ന് നിത്യ പറയുമ്പോൾ എൻ്റെ മോളെ നീ അതൊക്കെ വിട്, നമുക്ക് എന്താണെങ്കിലും ക്ഷേത്രത്തിൽ തൊഴുതിട്ട് വരാമെന്ന് പറഞ്ഞ് സുജാത നിത്യയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ഹരിയും രാമകൃഷ്ണനും കൂടി ക്ഷേത്രത്തിൽ തൊഴാൻ വന്നിരിക്കുന്നതാണ്. കല്യാണിയുടെ കാര്യത്തിനെന്ന് പറഞ്ഞു വന്നിട്ട് തിരുമേനിയെ കൊണ്ട് ഹരിയുടെ കൈ നോക്കിക്കുകയാണ് രാമകൃഷ്ണൻ. ദുരിതങ്ങൾ ഒരുപാട് താണ്ടി വന്നതാണല്ലേ എന്ന് തിരുമേനി ചോദിക്കുമ്പോൾ രണ്ടുപേരും ഞെട്ടലോടെ പരസ്പരം മുഖത്തേക്ക് നോക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.